രവി കിടന്ന് കൂവണ്ട, ഞാനിവിടെ ഉണ്ട്. എടാ മടിയൻ ചങ്കു, എന്റെ തൊട്ട് പിന്നാലെ എത്തിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് നാണം ഇല്ലല്ലടാ. ആസനത്തിൽ വെയിൽ ഉദിക്കുന്നവരെ കിടന്ന് ഉറങ്ങാറുന്നില്ലേ? എന്തിനാ ഈ എക്സസൈസ് എന്ന് പറഞ്ഞ് കെട്ടിയെടുത്തത്? എടാ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശിലായുഗത്തിലെ പ്രാകൃതരായിട്ടുള്ള മനുഷ്യർ മറ്റ് ഗതാഗത സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ഇത്തരം ജീവികളുടെ പുറത്ത് കയറി യാത്ര ചെയ്തിരുന്നു. ശരിയാണ്. ഈ 20-ാം നൂറ്റാണ്ടിൽ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ! മോട്ടോർ വാഹനങ്ങൾ, എയറോപ്ലെയിൻ, റോക്കറ്റ്, എന്തിന് ഇന്ത്യ പൊക്രാനിലെ ന്യൂക്ലിയർ ബോംബ് വരെ പൊട്ടിച്ചില്ലടാ. എന്നിട്ടും ഈ കോവറുകൾ ഇതിനെ പുറത്ത് കയറി കൊച്ചു വെളുപ്പാൻ കാലത്ത് അതിനിട്ട് ഇങ്ങനെ തേരാപാര ഓടിക്കുന്നത് ഇതൊരു മാതിരി പ്രിമിറ്റീവ് ഏർപ്പാടാ. എടാ, എക്സസൈസിന് വേറെ എന്തെല്ലാം വഴികളുണ്ട്. അല്ലേലും നിനക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോടാ. രാവിലെ അണ്ണാക്കിലോട്ട് 2 കുടം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക. അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണല്ലോ നീ ജീവിച്ചു പോകുന്നത്. ഡെന്നീസ് നാക്കിനെ തള്ളി പറയരുത്. മാർക്ക് ആന്റണി എന്ന് കേട്ടിട്ടുണ്ടോ നീ? ഒരൊറ്റ പ്രസംഗം കൊണ്ടാ അങ്ങനെ റോമാക്കാരെ മുഴുവൻ തിരിച്ചുവിട്ടത്. അത് മാർക്ക് ആന്റണി, ഇത് വെറും നാക്ക് ആന്റണി. എടാ, എന്റെ റാംബോ നിന്നെ പോലൊരു മടിയനായി പോവല്ലോടാ. ഒരു 2 റൗണ്ട് അതിന്റെ പുറത്ത് റൈഡ് ചെയ്തേച്ചെങ്കിൽ വാ, ഞാൻ പോവാ. ഓ, ആ കുതിര എന്ത് മഹാപാപമാണോ ചെയ്തത്! 1 കിൻഡൽ വെയിറ്റാ പകേന്. പോണത് കണ്ടില്ലേ? ഒരു കുതിര, അതിന്റെ പുറത്ത് വേറൊരു കുതിര. ഹലോ, ഒരു കൊറിയറുണ്ട്. ഹലോ, ഒരു നമസ്കാരമുണ്ട്. ഒരു കൊറിയറുണ്ടെന്ന്. ആ, നമസ്കാരമുണ്ടെന്ന്. ഇതല്ലേ ബദലഹേം എസ്റ്റേറ്റ്? പുറത്ത് ബോർഡ് വെച്ചിരിക്കണ്ടില്ലേ? അതെനിക്ക് മനസ്സിലായി. ഇതിനെ ബദലഹേം എസ്റ്റേറ്റ് എന്നല്ല പേരിടുന്നത്. വല്ല ഗാഗുൽത്താമലാന്ന് കേട്ടണം. എന്തൊരു കയറ്റോടോ! മനുഷ്യന്റെ ഊപ്പാടളി. ഒരുപാട് അളിയോ? തന്നെ ആരെങ്കിലും കെട്ടിയെടുക്കാൻ പറഞ്ഞ? പിന്നെ ഈ കൊറിയർ അവിടെ നിന്ന് നടന്നു വരൂ. ആരെ രവിശങ്കർ? അയാൾ മോനായി. പണ്ട് മോളായിരുന്ന? എടോ, എന്റെ അച്ഛന് മോനായി, അപ്പൊ ഞാൻ മോനായി. വെരി ഗുഡ്. ഞാൻ ഈ രവിശങ്കർ ആരാന്ന് ചോദിച്ചത്. താൻ ആദ്യം ഞാൻ ആരെന്ന് മനസ്സിലാക്കി, പിന്നല്ലേ രവിശങ്കർ? അതെനിക്ക് മനസ്സിലായി. ആ ചായക്കടക്കാരൻ ചക്കൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഒരു കരിമന്തി ഇവിടുത്തെ കാര്യസ്ഥനം. കരിമന്തി ആ ചായക്കടക്കാരന്റെ തന്തയാ. അപ്പൊ നിങ്ങളുടെ മോനാ ചക്കൻ? എടോ കൊറിയേ, അയാൾ മോനായി. മാനേജർ ഓഫ് ബദലഹം എസ്റ്റേറ്റ്. എന്ത് വാഴക്കാലങ്ങളാട്ടെ, ഇതങ്ങോട്ട് ഒപ്പിട്ട് ഈ സാധനം വാങ്ങിക്കും. എന്തത്? ഇത് അങ്ങനെ ഇവിടെ വാങ്ങിച്ചു വെക്കാൻ പറ്റില്ല. രവിശങ്കർ, ബദലഹേം എസ്റ്റേറ്റ്, ചന്ദ്രഗിരി. ഈ അഡ്രസ് കറക്റ്റ് അല്ലേ? അഡ്രസ് കറക്റ്റ് ആണ്, പക്ഷെ ആള് കറക്റ്റ് അല്ല. ഈ രവിശങ്കർ അതിനെ എനിക്ക് വല്ല ചെയ്യാൻ പറ്റുമോ? പുള്ളിക്കാരനോട് വിളി, ഞങ്ങൾ തമ്മിൽ ഡീൽ ചെയ്തോളാം. എടോ, ഈ ഫാം എന്റെ ബോസ് മിസ്റ്റർ ഡെന്നി സാറിന്റെയാ. ഈ പറഞ്ഞ രവിശങ്കറും ഡെന്നി സാറും തമ്മിൽ കേട്ടതൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ്, അത്രേ ഉള്ളൂ. അല്ലാതെ അയാൾക്ക് വരുന്ന പാർസൽ മുഴുവൻ 2 കൈ നീട്ടി സ്വീകരിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇതിനകത്ത് വല്ല ബോംബാണെങ്കിലോ? ബോംബാണെങ്കിൽ പൊട്ടുമറിയാലോ. നിന്റെ ചെടുത്തിനെ പൊട്ടിച്ചാൽ നിനക്ക് മനസ്സിലാവട്ടെ, ഞാൻ പൊട്ടിച്ചാന്ന്. ഇതെന്ത് പൂച്ചാരിനെ? കരണേട്ടാ, അപ്പൊ ചത്തിട്ടില്ല. ഞാനാ വളവിലെ കട്ടറിൽ വീണപ്പോ ചത്തെന്ന് വിചാരിച്ചേ. എന്താ മോനെ, ആരാള്? സാറ് ഇയാൾ കാലത്തന്നെ വന്നെന്തോ ചോറിയാണ് കോറിയാണെന്നൊക്കെ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്താ ചുറ്റിക്കളി കേസാ? എന്താടോ? സാർ, ഐ ആം ഫ്രം ഡയാന കൊരിയേഴ്സ്. ഒരുപാട് ദൂരം യാത്രയാണ് സാർ ഞാൻ വരുന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് ഏരിയയിൽ സർവീസ് ഇല്ല. ഇത് സോണൽ ഓഫീസിൽ നിന്ന് ബ്രാഞ്ച് ഓഫീസിലേക്കും അവിടെ നിന്ന് സബ് ഓഫീസിലേക്കും സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ വന്ന കേസാണ് സാർ. ഈ പൂച്ചക്കുട്ടി ജീവനോട് എത്തിക്കണമെന്ന്. ഐ ഗോഡ്സ് ഗ്രേസ് ഇതിനോട് എത്തിക്കണം സാർ. ഇതാർക്കാ? മിസ്റ്റർ രവിശങ്കറിന്. മോനായി പറഞ്ഞു കേക്ക്, രവി സാറിന് പട്ടിയുടെ രൂപത്തിലും പൂച്ചയുടെ രൂപത്തിലും ഓരോ സാധനങ്ങൾ വരുന്നത്. ഇത് ഏറ്റെടുക്കേണ്ട അവസാനം പുലിവാലാവും. ഇതെങ്ങനെയാ പുലിവാലാവുന്നത്? ഇത് പൂച്ചവാലല്ലേ? ഇത് ഞാൻ പിടിച്ചോളാം. ആരെടുത്ത് ചോദിച്ചിട്ടായി ഗൗൺ എടുത്തിട്ട്? ഇന്നലെ രാത്രി തണുപ്പ് അതുകൊണ്ട് എടുത്തിട്ടാ. നീ അയാൾക്ക് ഒരു 100. ഓക്കെ, 150. ഇല നക്കിപ്പട്ടിയുടെ കിരി നക്കല്ലേട്ടാ. ഇലയിലും എല്ലാം നക്കാണ്ടായിട്ട് വേണ്ട നിന്റെ കിരി നക്കാൻ. എവിടെ നിന്നു വന്നു നീ, എവിടേക്കു പോന്നു നീ? എന്താ വല്ല ഫേസ് കട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ആഹാ, നിന്റെ അതേ മുഖച്ചായ. ഇതിപ്പോ എവിടെ നിന്ന് ചാടി? നിനക്കൊരു ഐഡിയ ഇല്ല? അയച്ചാളുടെ ഫ്രം അഡ്രസ് പെട്ടിപ്പുറത്തുണ്ടാവുമല്ലോ. ആ, പെട്ടിപ്പുറത്തുനിന്ന് ഒരു പട്ടി കടിച്ചെടുത്തുകൊണ്ട് പോയി. മക്കളെ, നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ. ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കാനാ. ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ മതി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ വേണം, എന്നാലേ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും. നീ ടെൻഷൻ അടിക്കാടാ, ആരെങ്കിലും ഫൂളാക്കാൻ ചെയ്തോ? സാർ, ഈ മെയ് മാസത്തിൽ ഏപ്രിൽ ഫുൾ ഉണ്ടോ?
ഏയ് ഏപ്രിൽ ഫോളിന് ജൂൺ മാസത്തിലല്ലേ ഉള്ളൂ. ആ. പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കടാ. ഈ പ്രശ്നം ഞങ്ങൾ കൈകാര്യം ചെയ്യலாம். താങ്ക്സ്. ഓ ചങ്കുവേ, സത്യം പറ, വല്ല റൊമാൻറ്റിക് ലൈനും ആണോ? വല്ല ദൂതും? ഹംസത്തിന് പകരം പൂച്ച ദൂത്. പിന്നെ ഹംസത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ച, ഉച്ചയ്ക്ക് തിന്നാൻ ചിക്കൻ വേണമെങ്കിൽ പോയി മേടിച്ചോണ്ട് വരണം. Sometimes when I'm down and all alone. നമസ്കാരം. നമസ്കാരം. ഓ നമസ്കാരം. നമസ്കാരം. മുതലാളി ഒന്ന് കാണാൻ വന്ന അവിടെ ഇല്ലേ? മുതലാളി എന്താ കാര്യം? കാര്യം രവിശങ്കർ മുതലാളിയോട് നേരിട്ട് പറയാനുള്ളതാ. ഓ രവിശങ്കർ മുതലാളി, പറയണം ചേട്ടാ, എന്താ പ്രശ്നം? ഇവിടത്തെ ഒരു 50 പശുക്കളെ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആര് പറഞ്ഞു? രവിശങ്കർ പറഞ്ഞു? ഇല്ല, ഞാൻ ബ്രോക്കർമാർ വഴി അറിഞ്ഞതാണേ. ഹ, ഇവിടെ അങ്ങനെ ഒരു പ്ലാൻ ഇല്ലല്ലോ. പശുവിനെ വിൽക്കുന്ന കാര്യം ആരോടും പറഞ്ഞിട്ടുമില്ല. നമുക്കതിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാവും. രവിശങ്കർ മുതലാളിയെ വിളിക്കൂ, ഞാൻ സംസാരിക്കാം. എന്നോട് ബ്രോക്കർ കണ്ണപ്പനാണ് പറഞ്ഞത്, അയാൾ നുണ പറയില്ല. ചേട്ടാ ഇപ്പൊ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേട്ടാ. ഇവിടുത്തെ ഒരൊറ്റ പശുവിനെ പോലും വിൽക്കാൻ ഉദ്ദേശമില്ല. അത്രയ്ക്കങ്ങ് തർപ്പിച്ച് പറയാൻ നമ്മളാരാ? ഞാനാ ഇതിന്റെ ഓണർ ഡെന്നിസ്. എന്താ ഞാൻ പറഞ്ഞ പോരെ? ഓക്കെ. അപ്പൊ രവിശങ്കറോ? രവിശങ്കറിന്റെ ഫാം ആണെന്നാണല്ലോ ഞാൻ കേട്ടത്. ഇയാൾക്ക് ഇനിയും വിശ്വാസമില്ലെങ്കിൽ ഞാൻ എന്റെ പണിക്കാരെ വിളിക്കാം. വേണ്ട, വിശ്വാസമുണ്ട്. അവരെ വിളിക്കുന്ന ഇയാളെ വിശ്വസിപ്പിക്കാനല്ല, പുറത്തേക്കുള്ള വഴി കാട്ടി തരാന്. ഇങ്ങോട്ട് വന്ന വഴി തന്നെയല്ലേ അറിയാം. അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. അതെ, ഈ രവിശങ്കർ മുതലാളിക്ക് ഫാം ഉണ്ടോ? ഉവ്. പുറത്തെ റോഡിലോട്ട് ഇറങ്ങി കിഴക്കോട്ട് വെച്ച് പിടിക്കണം. അര ഫർലോങ് ചെല്ലുമ്പോ കാണാം രവിശങ്കറിന്റെ ഫാമിന്റെ ബോർഡ്. അല്ല, അവിടെ കന്നുകാലികളാ? അല്ലല്ലോ, ആനയെ വളർത്തുന്ന സ്ഥലം. ഒന്ന് പോടോ. കുറ്റിയും പിഴുന്നുണ്ട്, പോന്നോളൂ പോരോ. അല്ല, സാറ് കിഴക്കോട്ടാണോ? അല്ലല്ലോ. രവിശങ്കർ കൊള്ളാം. ലോക്ക്ഡ് ആണല്ലോ. എന്ന് ലോക്ക്ഡ് ആയതാണോ? അപ്പുണ്ണിയരേ, കുട്ടാ. അമ്പട കള്ള, ആ ഡെന്നീസിന്റെ ഫാമിലി കയറി ചെന്നില്ലേ? ആ കുട്ടാ, അതുകൊണ്ടല്ലേ ഇതിന്റെയൊക്കെ ശരിക്കുള്ള ഓണേഴ്സ് ആരാന്ന് മനസ്സിലായത്. ആ കണ്ടത് ഡെന്നീസിന്റേത്, ഇത് കുട്ടന്റേത്. ഡെന്നീസിന്റെ കണ്ടു, ഉഗ്രൻ. ഇനി കുട്ടന്റെ കാണണം. കുട്ടന്റേതും കൂടി കണ്ടിട്ടേ നിങ്ങൾ പോകുള്ളൂ. അതൊക്കെ പോട്ടെ, വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലോ? പരമസുഖം. മോന്റെ ഫാമിന്റെ ഫോട്ടോ കണ്ടത് മുതൽ അമ്മ ഭയങ്കര ഹാപ്പിയാ. താക്കോലെടുക്കു കുട്ടാ, തുറക്കട്ടെ. അല്ല, ഞാൻ പറയട്ടെ, ആ ഫോട്ടോസ് എന്റെ ഫാമിന്റേതല്ല, അത് ഡെന്നീസിന്റെ അല്ലേ, മാറിപ്പോയതല്ലേ. ഇതാണ് രവിശങ്കേഴ്സ് ഫാം. ആഗ്രോ ഫാം, ഗോഡ് ഫാം, ഓർക്കിഡ് ഗാർഡൻ, ഫ്രൂട്ട് ഗാർഡൻ, മിൽക്ക് പ്രോഡക്ട്സ്, കാറ്റിൽ ഫാം. അവർ നെക്സ്റ്റ് പ്രോജക്ട് ഷാങ്ക് ബറീസ് ചോക്ലേറ്റ്. മിക്കവാറും ഇത് വരുന്നതോട് ബാക്കി ചോക്ലേറ്റ് കമ്പനികളൊക്കെ പോട്ട്. സംസാരിച്ചെന്ന് സമയം പോയതറിഞ്ഞില്ല. തൊട്ടടുത്ത് നല്ല ബിരിയാണി കിട്ടും. അപ്പോൾ ബിരിയാണി കഴിക്കുന്നതിന് മുമ്പ് 4 വീശണം. എല്ലാത്തിനും മുമ്പ് എനിക്ക് ഇത് തുറന്ന് കാണണം. കാണും, ഞാൻ വൈലന്റ് ആവും. ആഹാ, ബ്യൂട്ടിഫുൾ. വെറും 3 വർഷം കൊണ്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി എടുത്ത എന്റെ കൂട്ടാ. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. നാട്ടിൽ എനിക്കൊരു പേരുണ്ട്, CID അപ്പുണ്ണീന്ന്. വെറുതെ കിട്ടിയതല്ല, അത്യാവശ്യം CID പണികളൊക്കെ എനിക്ക് അറിയാം. ആരാടോ കുമ്പിട്ട് എടുത്തത്? ആ ഫാമിന്റെ ഫോട്ടോസ് അവിടെ എത്തിയപ്പോ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചു, നമ്മുടെ കുട്ടൻ ഇത്രയ്ക്കങ്ങോട്ട് പുരോഗമിച്ചോന്ന്. എടോ നായരെ, എന്റെ ഇവിടത്തെ ഈ സ്ഥിതി താൻ അമ്മയെ അറിയിക്കാനുള്ള പരിപാടിയാണെങ്കിൽ തന്നെ ഒന്ന് കുഴിച്ചു മൂടും ഞാൻ. 14 അല്ല, എക്സ്ട്രാ ഒരു 10. എന്താടോ താനി എണ്ണുന്നത്? അല്ല, 14 അല്ല, 24 അല്ല, 74 ആയാലും അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ. അങ്ങനെ പരന്ന് കിടക്കല്ലേ, വെക്കാനും വിളമ്പാനും വെളിക്കിറങ്ങാനും. ആഹാ, മുത്തശ്ശൻ കേണലായിരുന്നു കൊണ്ടേ ഇവിടെ ഒരു ടെന്റ് അടിക്കാനും കുഴിക്കക്കൂസ് കുത്താനും ഒക്കെ നല്ല പരിചയം കാണും. താൻ എന്ത് തേങ്ങാ കൊലയാടോ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? വരുന്നു. ആര്? ചെറുമകന്റെ കൂടെ ഒഴിവുകാലം ചെലവഴിക്കാൻ മുത്തശ്ശനും മുത്തശ്ശിയും പേരക്കുട്ടികളും, ചിലപ്പം അവരുടെ തണ്ടമാരും തള്ളമാരും എല്ലാവരും വരുന്നു. കുട്ടാ കുട്ടാ. അപ്പൊ CID പണി ഒപ്പിച്ചു. കംപ്ലീറ്റ് കള്ളത്തരവും കയ്യോടെ പിടിച്ചു അല്ലേ? ബാഡ്, വെരി ബാഡ്. നീ കിണിക്കല്ലേ, ചതിയ. ബദ്ലഹേമിൽ താമസിക്കുന്ന യൂദാസെ. എടാ നന്ദി വേണോടാ, നന്ദി. ആ 2 അക്ഷരത്തിന്റെ അർത്ഥം നിനക്കറിയോ? ഇല്ല. ചേടാ, ഞാൻ എന്നാ ഇതെന്നാ ഇയാള് പറയുന്നത്? നിനക്ക് മാനേജ് ചെയ്യായിരുന്നു, ഈസി ആയിട്ട് മാനേജ് ചെയ്യായിരുന്നു. ആ പുണ്യനായർ ഒന്നും അറിയിക്കാതെ നാട്ടിലേക്ക് പാക്ക് ചെയ്യായിരുന്നില്ലേ? എടാ പൊട്ടൻ ചങ്കു, അയാൾ എന്നോട് പറഞ്ഞു അയാൾ ആരാന്ന്? ഓർമ്മയുണ്ടോ ഈ മുഖം?
2.5 വർഷം മുമ്പുള്ള ഒരു ഏപ്രിൽ മാസ രാത്രിയിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന് നിന്നതാ ഈ കൈകൾ കൊണ്ട് കോരിയെടുത്തപ്പോ നീ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, താങ്ക് യു സാർ, താങ്ക് യു എന്ന്. മേട്ടുകുളത്ത് നിന്ന് ബൈസൺ വാലിയിലേക്ക് പോകാൻ 2 വഴിയാ. ലെഫ്റ്റിലും പോവാം, റൈറ്റിലും പോവാം. ലെഫ്റ്റിൽ പോയ റോഡ് നല്ലതാ, എന്നിട്ട് ഞാൻ റൈറ്റിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ടല്ലേടാ കണ്ടത്. ഏതോ ലോറിക്കാർ ഇടിച്ചിട്ടിട്ട് പോയ നിന്റെ ജീപ്പും നടു റോട്ടിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന നീയും ദാ ഇങ്ങനെ ഞാൻ വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ച് 4 കുപ്പി ബ്ലഡും തന്ന്. 3 കുപ്പി. എന്തോ കഴിഞ്ഞ ഗാന്ധി ജയന്തി സാറി കഥ പറഞ്ഞപ്പോ 3 കുപ്പിയായിരുന്നു. ഇപ്പൊ ടെൻഷൻ കാരണം 1 കുപ്പി കൂടി ഉണ്ടാവും. എന്റെ ബ്ലഡിന്റെ കണക്ക് നിനക്കാണോ? ആദ്യകാലത്ത് ഇറങ്ങിയ കാസറ്റിൽ 2 കുപ്പിയായിരുന്നു. ഇതിങ്ങനെ പറഞ്ഞു കൂടി വരും. നീ ഏതായാലും പറയും, ബാക്കിയോടെ പറയും. ഇല്ലടാ, ഞാൻ ഒന്നും പറയുന്നില്ല. ജീവൻ രക്ഷിച്ചവനിട്ട് തന്നെ പണിയണം. ബ്രൂട്ടസ് ഒക്കെ നിന്റെ മുമ്പിൽ എന്തൊരു ഡീസന്റ്. മുത്തശ്ശ, ഫൈൻ മുത്തശ്ശ. മുത്തശ്ശൻ തനിച്ചോളടാ. തനിച്ചോ? ഏ? ദാ വരുന്നു നിന്റെ 11 കസിൻ സിസ്റ്റേഴ്സ്. ഹായ്. ഹായ്. ഹലോ. ഹലോ. ഹായ്. ഹലോ. ഹലോ. നമസ്കാരം. ഗേൾസ് സ്കൂൾ വിട്ട പോലെ ഉണ്ട്. മുത്തശ്ശി. എന്റെ രവി മോനെ, എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്. എന്നാലും എന്റെ കുട്ടി, നിന്നെ ഒരു നോക്ക് കാണാൻ ഞങ്ങൾ ഇങ്ങോട്ട് വരേണ്ടി വന്നല്ലോടാ. അത് മുത്തശ്ശി, എനിക്ക് തിരക്കൊണ്ട് വരാൻ പറ്റാത്തതല്ലേ. എന്റെ ഒരു ഫുൾ ടൈം അറ്റൻഷൻ വേണം ഈ ഫാമില്. കൂലി. ഓ പൊന്ന്. സോറി, ബാഗ്, കൂലി. രവി, who is the gentleman? എന്റെ പാർട്ട്ണറാ. ഞങ്ങളൊരു പാർട്ട്ണർഷിപ്പിലെ ഈ ഫാം നടത്തുന്നത്. കുട്ടികളൊന്നും മാറണേ. മാറി, മാറി. No, 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 no. Get up, get up. ആര് പറഞ്ഞിട്ട് കാലിൽ വീഴാൻ? എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണത്. കാലിൽ വീഴുന്നവനെ ഒരിക്കലും നമ്പരുതെന്നാണ് എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ച പാഠം. അല്ല, ഞാൻ മുത്തശ്ശനെ ഒന്ന് ബഹുമാനിക്കാൻ. അതിന് വേറെ വഴികളുണ്ടല്ലോ. അത് മുത്തശ്ശ, ഡെന്നിസിന് ആരുമില്ല റിലേറ്റീവ്സ് ആയിട്ട്. അവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മുത്തച്ഛനെ നേരിട്ട് കാണുന്നത്. അപ്പോ അതിന്റെ സന്തോഷം കൊണ്ട്. ഇറ്റ്സ് ഓൾ റൈറ്റ്. അല്ല, റിലേറ്റീവ്സ് ആരും ഇല്ലെന്ന് പറഞ്ഞ. ഉണ്ട്, എനിക്ക് രവിയുണ്ട്. പിന്നെ ഇപ്പോ രവിയുടെ റിലേറ്റീവ്. കഥകളെല്ലാം വിസ്തരിച്ച് അങ്ങ് വീട്ടിൽ ചെന്നിട്ടാവാം. Let's go. ഓക്കെ, we'll go home. ഡെന്നിസെ, കുട്ടികളൊക്കെ നീ നിന്റെ വണ്ടിയില് ട്രെയിനിൽ വെച്ച് മുത്തശ്ശനൊരാളെ ഇടിച്ചു. ഇടുക്കി. ഇടിക്കാതെ പിന്നെ എങ്ങനെ? സ്കൗണ്ടറൽ. പ്രായമായ പെൺകുട്ടികളെ കാണുമ്പോൾ ചിലവന്മാരുടെ ചില ചീപ്പ് ഷോ ഓഫ് ഉണ്ടല്ലോ. ഐ ജസ്റ്റ് ഹേറ്റ് ഇറ്റ്. കൊടുത്തു മുഖം നോക്കി ഒരെണ്ണം. ഒരാളെ കൂടെ വിളിക്കണം, ഒത്തിരി ലഗേജ് ഉണ്ട്. ഓ, ഡെന്നിസെ, നീ ഇതൊന്നും മാനേജ് ചെയ്തേക്കണേ. We'll go home, we'll go home. വരൂ. Let's go. സാറേ, ഇതൊന്ന് പിടിച്ചാ സാറേ. അതെ, അതെ, ഇതും കൂടെ. ആ, എടാ പാർട്ട്ണറെ, ഈ പെട്ടി നോക്കാൻ പാർട്ട്ണർഷിപ്പ് ഇല്ലല്ലേ? നീ എവിടെയായിരുന്നു? രവി സാറിന് എണ്ണിച്ച് 2 പേര് വന്നിരുന്നു. അവർക്ക് ഉണ്ടാക്കാൻ പോയതാ. എല്ലാത്തിനും നിനക്ക് ഒരു എക്സ്ക്യൂസ് ഉണ്ടാവുമല്ലോ. എന്റെ അന്വേഷിച്ച് ആര് വന്നു? ആ ബാങ്ക് മാനേജർ. ആ ബാങ്ക് മാനേജറും കൂടെ 1-2 പേരും കാണാൻ വന്നിരുന്നു. എന്താ ലോണിന്റെ പ്രശ്നമെന്ന് പറഞ്ഞു. ലോൺ പെട്ടെന്ന് തിരിച്ചടച്ചില്ലെങ്കിൽ സംഗതി പ്രശ്നമാവെന്ന് പറഞ്ഞു. അവരവരുടെ കണ്ണി പെടാണ്ട് പുറകുവശത്ത് റോട്ടിൽ കൂടെ ഉണ്ടാക്കാൻ പോയതാ. എന്താ ചെയ്ത് തെറ്റായോ? ഏയ്, താങ്ക് യു. ഓക്കെ. ആ പെട്ടിയൊക്കെ ഒന്ന് എടുത്തു വെച്ചോ. ആ പെട്ടിയൊക്കെ ഒന്ന് വേഗം എടുത്തു വെച്ച് തരുമോ? മുത്തശ്ശ. മുത്തശ്ശ. സോറി. ഓക്കെ. മുത്തച്ഛന്റെ മുറി അതായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിക്ക് ഈ മുറി കൊടുക്കാനല്ലടാ ഞാൻ നിന്നോട് പറഞ്ഞത്. ആകെ ചളവായി. കണ്ടോ സാറേ? ഇത്തിരി. എന്ത് കണ്ടോന്ന്? അല്ല, നമ്മുടെ ഈ അറേഞ്ച്മെന്റ്സ് മൊത്തത്തിൽ സാറ് കണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചതാ. അറേഞ്ച്മെന്റ്സ് ഒന്നും കുഴപ്പമില്ല. നീ ഇവിടെ കടന്ന് കൂടുതൽ അറേഞ്ച് ചെയ്യാതെ താഴേക്ക് പോ. ഈ അറേഞ്ച്മെന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്താ സാർ? തൊഴുത്തിൽ ചാണകം വാരിയിട്ടില്ല, പോയി വാര്. പോയി വാരാ. ആ, വാര്. ഛെ, എന്തൊരു കഷ്ടം.
മിസ് ചെയ്യുന്നു. യാ റിയലി. അവളും കൂടി വന്നാലേ വെക്കേഷൻ അടിപൊളിയാവൂ. ഓ ഗോഡ്, എനിക്ക് കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്. അതൊന്ന് തീർന്നിട്ട് വന്നാ മതിയായിരുന്നു എന്ന് എന്റെ പ്രാർത്ഥന. മോളുടെ പേപ്പർ വർക്ക്സ് കൊളവാക്കി കൈ തരും അവൾ. ആ ദാ ഒരു പൂച്ച. എവിടെ നോക്കൂ, ഇറ്റ്സ് എ കിറ്റൻ. കഴുത്തിലെന്താ ബെൽ? ആ ഡോർ തുറന്ന് പുറത്തേക്ക് വിട്ടേക്കൂ. Excuse me. പാവം. അല്ല, ഒരു പൂച്ചക്കുട്ടി ഇങ്ങോട്ട് വന്നായിരുന്നു. ഏ, നിങ്ങളുടെയാണോ? ഹേയ്, എവിടുന്ന് വലിഞ്ഞു കയറി വന്നാ ശല്യമായി. ഞങ്ങൾ അതിനെ കൊല്ലാൻ പോവാ. കൊല്ലാനോ? ഓ ദാറ്റ്സ് ക്രൂവൽ. കഷ്ടം. ഓ, അപ്പൊ എല്ലാവർക്കും പൂച്ച ഇഷ്ടമാണ്. ഗുഡ്. കൂട്ടത്തിൽ ആർക്കാണ് കൂടുതൽ ഇഷ്ടമെന്ന് ഒന്ന് കൈപൊക്കിയാ കൊള്ളാം. എന്താ നിങ്ങൾ പറയുന്നത്? വാട്ട്സ് റോങ് വിത്ത് യു? ദാ പൂച്ച നിങ്ങളുടെ ആണെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. പൂച്ചയെ കൊണ്ടുപോകാം, പക്ഷേ ഇനി ഒളിച്ചുകളി വേണോ? ആരാ പാർട്ടി എന്നറിയാൻ രവി ഇങ്ങനെ ആ ഒരു ആങ്സൈറ്റി, അതിന്റെ ഒരു ടെൻഷൻ. ഓ ഗോഡ്, വാട്ട്സ് യുവർ പ്രോബ്ലം മിസ്റ്റർ ഡെന്നിസ്? എന്താ ഡെന്നിസിന്റെ പ്രോബ്ലം? പ്രോബ്ലം ഓക്കെ, വേണ്ട, ഞാൻ പിടിച്ചോളാം, കണ്ടുപിടിച്ചോളാം. എന്താ അവിടെ? പൂച്ചക്കുട്ടി ഔട്ട് ഔട്ട് ഹൗസ്. അങ്ങോട്ട് താമസം മാറ്റിക്കോണം രണ്ടുപേരും. എവിടേക്ക് രാത്രിയിൽ വേളാങ്കണിക്ക് ടൂർ പോവാ? ആ, ശ്രീപീഠത്തിന് പുറത്താക്കിയല്ലേ? ഇങ്ങോട്ടോ, നീ അവിടെ കിടന്ന് പീഡിപ്പിക്കും. നാണക്കേട്. മുത്തച്ഛന്റെ മുമ്പിൽ ഞാൻ അങ്ങോട്ട് ചൂളിപ്പോയി. അതിനിപ്പോ നമ്മൾ തന്നെ ആയതെന്ന്. നമ്മളല്ല, നീ നീ ഒറ്റൊരുത്തനെ ഓവറാക്കി ചളമാക്കിയത്. രാത്രി കാലത്ത് പെമ്പിള്ളേരെ മുറിയിൽ നുഴഞ്ഞു കയറി. നാണക്കേട്. എടാ, ഒരു അറ്റംപ്റ്റ് ചീറ്റി എന്ന് വിചാരിച്ച് നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ എന്ന് ഓർത്ത് ചെയ്തു പോയത്. ഓ, എന്നാ പിന്നെ ഇയാൾ ഒറ്റയ്ക്ക് പോയി ശ്രമിക്കുക. ഞാൻ ശ്രമിക്കുകയോ ശ്രമിക്കാതിരിക്കുകയോ ചെയ്യും. അതിനെനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല. ഓ, എനിക്ക് വലിയ അസുഖമല്ലേ നിന്റെ മറ്റവളെ കണ്ടെത്താഞ്ഞിട്ട്. പോടാ, നീ ഇവിടെ തെണ്ടി. നീ പോടാ പരമതനി. അതെ, നിങ്ങൾ ഇങ്ങനെ കൂടെ കൂടെ തെണ്ടിന്ന് വിളിച്ച് പറയേണ്ട കാര്യമില്ല. എനിക്ക് മനസ്സിലായി നിങ്ങൾ ആരെ തെണ്ടിന്ന്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിലേ പുറത്തു പോ. അവിടെ നല്ല നിലാവാ, അവിടെ പോയി ബഹളം വെക്കി. മനുഷ്യൻ റെസ്റ്റ് ചെയ്യുമ്പോഴാ, അല്ലെങ്കിൽ ടയേർഡാ. നീ പോടാ ഓപ്പേ. നീ ആരാ ചോദിക്കാൻ? ഞങ്ങൾ എന്ത് നീ ചെയ്യും? വേണേ പുറത്തേക്ക് ഇപ്പൊ എല്ലാം കൂടി അന്വേഷിക്കായോ? അല്ല, പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുള്ള സ്ഥലത്ത് പോയി രണ്ടുപേരും കൂടി പോയി എന്താ ഡിഗോളിഫിക്കേഷൻ ഓഫീസ് വന്നിരിക്കാ. പാഞ്ഞ വിശാമിത്രമാര്. ദാ രവി, അടിയിടാ അവനെ. അടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇത് ഓർമ്മ- അയ്യോ, അല്ലല്ലേ, അയ്യോ, മണി മണി ടെലിഫോൺ മണി അടിക്കണേ. ടെലിഫോൺ മണി അടിക്കണേ. അയ്യോ, ദേ മുത്തച്ഛൻ, മുത്തച്ഛൻ. നമസ്കാരം. ദാ, എന്റെ പൊന്നു ലോറൻസ്, നീ ഇതുകൊണ്ട് പോ. അതല്ലെന്നേ ഞാൻ പലിശ കാണുമ്പോ നിന്റെ മുതലാളിയുടെ ചൊറിച്ചിൽ കുറയും. എന്റെ സാറേ ശരിയായല്ല. നീ പോ ലോറൻസേ. മുതല് തിരിച്ചു കിട്ടാതെ പുള്ളിക്കാരൻ അടങ്ങത്തില്ല സാറേ. ഇങ്ങോട്ട് കയറി വന്നുകളെ. ചില നേരത്തെ അയാളുടെ സ്വഭാവം മഹാപിഴയാ. ഓ, എടോ, സിറ്റുവേഷൻ മഹാമോശമാ. കാശ് കയ്യിൽ വെച്ചിട്ട് തരാത്തൊന്നുമല്ലല്ലോ. ബാങ്കുകാർ ഒരു വഴിക്ക് ഇറങ്ങിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയാ ആ മാനേജർ ദാസൻ പന്നി എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞത്. കഥകളൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ. ഓ, പോയി എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യൂട്ടാ. മാനേജ് ചെയ്യാന്നൊക്കെ പറഞ്ഞ ഓ, മാനേജ് ചെയ്യാന്ന് പറഞ്ഞ മാനേജ് ചെയ്യ, അത്ര തന്നെ. ഒരു രക്ഷയില്ലെങ്കിൽ കുറച്ച് എലിവേഷം മേടിച്ച് നീ നിന്റെ മുതലാളിക്ക് കൂടെ ബാക്കി കാശിന് നീയും പുട്ടടിച്ചോ. നീ പോലെ ഓറൻസേ. അല്ല, അതെ, ഇവിടെ പന്നി. ഓ, എന്റെ ദൈവമേ, ഏത് നേരത്താണാവോ നീ എന്നെ ഈ മല കയറ്റിയത്? 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ನಮೋವಾಗಂ. ನಮೋವಾಗಂ. ತಾತಂದು ಸತ್ತಂದು
പോയി 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 പോയി. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ചോദിക്കാതെ നമസ്കാരം പറയരുത്. എടാ നിനക്ക് കന്നഡ അറിയാമോ? ഏയ് ഞാനാ ടൈപ്പല്ല. തമാശകളാ, ഇത് സംഗതി സീരിയസാ. നീ കന്നഡത്തിൽ എന്തോ ഒരു സംഭവം പറഞ്ഞു. അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം അറിഞ്ഞാൽ അതിനകത്ത് എന്തോ ഒരു ക്ലൂ കിടപ്പുണ്ട്. ഓ എന്താ സംഭവം പറ കേക്കട്ടെ. എനിക്ക് കന്നഡ കേട്ടാ മനസ്സിലാവും. 5 കസിൻ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿಯೆಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. ഇത് കന്നഡ പിന്നല്ലാതെ എടാ ഞാൻ കേട്ടിട്ടുള്ള കന്നഡ ഈ ടൈപ്പല്ല. നിനക്ക് അറിയാൻ പാടില്ലെങ്കിൽ അറിയാൻ പാടില്ല എന്ന് പറ. ഓ. കന്നഡ അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. എവിടെയുണ്ട് സാർ? എവിടെയുണ്ട്? ഞാനാ മോനായി. അത് കറക്റ്റ്. ഇവൻ കുറച്ചു കാലം പഞ്ചാബിലായിരുന്നല്ലോ. സാറ് കളിയാക്കണ്ട, നിങ്ങൾ കന്നഡ പറ, ഞാൻ അത് മലയാളത്തിൽ പറഞ്ഞുതരാം. എന്നാ പറയടാ. എന്നാ പറ. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಹಾ. ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿಯೆಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഇത് വെരി സില്ലി. എന്നാ പറ. എന്നാ പറയട്ടെ. ആ. 5 കസിൻ ആ. എന്ന് പറഞ്ഞാൽ ആ. 5 കസിൻ. ഏ? കറക്റ്റ്. നെല്ലി ആരാവതു എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത അർത്ഥം പറയടാ. അർത്ഥം പറയട്ടെ. ആ. സാറിന്റെ പേരെന്താ? രവിശങ്കർ. രവിശങ്കറിന്റെ കന്നഡയിൽ ഒന്ന് പറഞ്ഞു. രവിശങ്കറിന് കന്നഡത്തില് രവിശങ്കർ രവിശങ്കർ അല്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞ വലിയ അർത്ഥ വ്യത്യാസങ്ങൾ പറഞ്ഞില്ല. ഇനി ഒബ്രു മധുവേ, ഒബ്രു മധുവിൽ മധു എന്ന് പറഞ്ഞാൽ മജു. ആ മധു ഇല്ല, ഏ? ഇത് മദ്യം. ആ. ഒബ്രു എന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം ബ്രാൻഡിയാണ്. ഓൺലി ഫോർ സെയിൽ ഇൻ കർണാടക. മാടിക്കുണ്ട്രി എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക. അതില്ല, മേടിച്ചുകൊണ്ട് വരിക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒബ്രു മധു എന്ന് പറഞ്ഞ ബ്രാൻഡ് കഴിച്ച് 5 കസിൻസ് താമസിക്കുന്ന ആ പെമ്പിള്ളേരെ മുറി പോയി ബഹളം ഉണ്ടാക്കിയാൽ മുത്തച്ഛൻ 2 പേരുടെ മോന്തയുടെ പേഴ്സണാലിറ്റി മാറ്റുന്നു. അടിക്കടാ അവനെ. ഇനി കുട്ടികളെല്ലാവരും ഇരിക്കൂ. നീ എന്താ പറഞ്ഞേ? വെക്കേഷൻ ഒരു ത്രില്ല് പോരാന്നോ? ത്രില്ല് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ മോളെ. ഇത് എവിടുന്ന് കിട്ടി? വൈൻ ഷോപ്പിൽ കയറി വാങ്ങിച്ചു. എന്റെ ഈശ്വര, സമ്മതിച്ചു നിന്നെ. അമ്മേ, നമ്മളിത് കുടിക്കാൻ പോവാ? അല്ലല്ല, നമ്മളെ ഇതുകൊണ്ട് മുഖം കഴുകാൻ പോവാ. കൊഞ്ചാണ്ട് ഗ്ലാസ് നിരത്തിയേക്കടി. ഞാനത് നോപ്പിച്ചേട്ടെ. നോട്ട് ബാഡ്. പ്ലീസ് അമ്മേ, എനിക്ക് വേണ്ട. വേണേ അടിച്ചു നിന്റെ കണ്ണട ഞാൻ മെഡിലോബ്ലങ്ങട്ടെ കേട്ടു. മുത്തച്ഛനെങ്ങാനും ഉറിഞ്ഞ പുറത്ത് ആരോടെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ പറഞ്ഞ ആളുടെ ചന്തിക്കിട്ട് ഞാൻ പിടയ്ക്കും. ഇതിന് വെള്ളം ഒഴിക്കണ്ടേ? വൈനിലോ? ഫുഡ്. നിന്നെയൊക്കെ ഇതിന് സഹകരിപ്പിക്കണേ, എന്നെ തല്ലണം. എന്റെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് ജിന്നാണ് വേണ്ടത്. പിന്നെ നിനക്കൊന്നും അതിനൊരു മെച്യൂരിറ്റി ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വൈനിൽ ഒതുക്കിയത്. വെയിറ്റ്. മൈ ഗോഡ്, സിഗരറ്റോ? സിഗരറ്റ് ഞാൻ വലിച്ചിട്ടുണ്ട്. ആണോ? എന്നാ നീ മുറി കൂടെ പോയിട്ട് കാണിച്ചേ. അതൊന്നും വേണ്ട, ചുമയ്ക്കും. പെട്ടെന്ന് കുടിക്കാം, ആരെങ്കിലും കണ്ടാ. കമോൺ. തൊട്ടുകൂട്ടാൻ വല്ല അച്ചാറോ മറ്റോ വേണോ? കൂട്ടത്തിൽ സ്മാർട്ട് ഒന്ന് മനസ്സിലായിരുന്നു, പക്ഷെ ഇത്രയ്ക്ക് കയ്യിലുണ്ടെന്ന് അറിഞ്ഞില്ല. ഇത് വെറുതെ ഒരു തമാശ. എല്ലാരും കൂടെ കൂടിയപ്പോ വൈനാ. വൈൻ്റെ ഡ്രിങ്ക് അല്ലേ? അതെ അതെ, വൈനില തുടങ്ങ്, പിന്നെ വീര്യത്തിലേക്ക് കടക്കാമല്ലോ. ഏതായാലും മുത്തശ്ശന്റെ അടുത്തേക്ക് നടക്ക്. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളാണ്ടാവും. വാ നടക്ക്. ഡെന്നിസേ, എന്റെ പൊന്നു ഡെന്നിസേ, മാപ്പാക്കണം. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യില്ല. ഗുരുവായൂരപ്പനാണ്, പളനിയാണ്ടവനാണ്, ശബരിമല അയ്യപ്പനാണ്, ബത്ലഹേം ഡെന്നിസാണ് സത്യം. മാപ്പാക്കണം. ആക്കെന്റെ ഡെന്നിസേ. ആക്കാം, പക്ഷേ മറ്റതിന്റെ മീനിങ് പറയണം. 5 കസിൻസ്, ഒബ്രു മധു, മാടിക്കൊണ്ടേ. ഓ അതോ? അത് പറയണോ? പറയണം. അത് ചുമ്മാ രവിയേട്ടനെ ഒന്നും ഇല്ലെന്നേ. ഡെന്നിസേ, ഓ പറയാം. 5 കസിൻസ് ನಲ್ಲಿ ಯಾರಾவது സൂര്യനെല്ലി. 5 കസിൻസ് അവന്റെ അമ്മയുടെ കോപ്പിലെ. അർത്ഥം കിട്ടിയടാ, അവളെ കൊണ്ട് തന്നെ പറയിച്ചു. എന്താടാ? അതായത് നീ നിന്റെ 5 കസിൻസിൽ ആരെങ്കിലും ഒരാളെ വിവാഹം കഴിച്ചാൽ നിന്റെ മുത്തശ്ശന്റെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് മുഴുവൻ നിനക്കുള്ളതാണ്. അതാണ് സംഭവം. എന്റെ ഡെന്നിസേ, ആ കിളവന്റെ കയ്യിൽ മുടിഞ്ഞ പണം ഉണ്ടാ. അത് മുഴുവൻ കിട്ടിയാ ഞാനൊരു കലക്കലിടാ. പക്ഷെ ആ പെണ്ണാരാണെന്ന് അറിയണ്ടേ? എന്തിനാടാ? ഏതെങ്കിലും ഒരു കുരിശെടുത്ത് തോളത്ത് വെച്ചാ പോരെ? പോരല്ലോ. നീ പ്രപ്പോസ് ചെയ്യുന്ന പെണ്ണിന് നിന്നെ ഇഷ്ടമല്ലെങ്കിലോ? അവൾക്ക് വേറെ ലൈൻ ഉണ്ടെങ്കിലോ?
അപ്പൊ നിന്നെ പ്രേമിക്കുന്നവൾ ആരാണെന്ന് കണ്ടുപിടിച്ച് കെട്ടുന്നതല്ലേ ഈസി. അത് കറക്റ്റ്. പക്ഷെ നമുക്ക് ഇതുവരെ അതിനുള്ളൊരു ക്ലൂ കിട്ടിയില്ലോ. ഒരു ക്ലൂ എന്റെ ഉണ്ടല്ലോ. ടേപ്പ് കാർഡ് റിപ്പയർ ചെയ്ത് ശരിയാക്കി അതിന്റെ കാസറ്റ് ഒട്ടിച്ച് ഇതിനകത്ത് ഇട്ടുണ്ട്. ഇനി കാസറ്റ് കുരുങ്ങി പരങ്ങി എന്ന് പറഞ്ഞ് എന്റെ തന്നാൽ ഇത് ഞാൻ തല്ലി പൊളിച്ച് കുതിരക്ക് ടേപ്പ് കാർഡ് ഫ്രൈ എന്ന് പറഞ്ഞിട്ടു. ആ കാസറ്റ് ഓൺ ചെയ്യടാ. ഒരു കുഴപ്പമുണ്ടാവരുത്. എന്താടാ? അപ്സ്റ്റെയറിലെ വിൻഡോയിൽ ലൈറ്റ് കത്തി. ആരാത്? ജ്യോതിയാണോ? എനിക്ക് തോന്നുന്നതായി എസ് പിയുടെ മോളില്ലേ ട്രിവാൻഡ്രം. ദേവിക. അതല്ല. ഇത് അപർണയാണോ? ഗായത്രിയാണോ? പാർട്ടിയാ? ശരീരത്തിന്റെ മുൻവശം കണ്ടിട്ട് ഗായത്രി ആണെന്ന് തോന്നണേ. അടിയടാ. അയ്യോ, പോയി പോയി പോയി. പേപ്പർ കാർഡർ പിന്നെയും പോയി. അവളും പോയി. Our honorable chief guest, Colonel P.A. Menon and Mrs. Menon have come. Yay! എന്താണ് ഇത്? ഇവള് ചീഫ് ഗസ്റ്റ് എന്നൊക്കെ പറയുന്നു. എന്താ സംഭവം? കുട്ടികൾക്കൊക്കെ ബോറടിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ചില എന്റർടൈൻമെന്റ് കലാപരിപാടികൾ. ഹലോ, ഈ കലാപരിപാടികളെന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് ഐറ്റംസ്? ഐറ്റംസ് പാട്ടുകള്, ഗാനങ്ങൾ, പ്രണയഗാനങ്ങൾ, യുഗ്മഗാനങ്ങൾ, സമൂഹ ഗാനങ്ങൾ, സോങ്സ്. മറ്റു കലാപരിപാടികളൊന്നും ഇല്ലെങ്കിലും പാട്ട് വേണം അല്ലേ? പിന്നെ പാട്ട് വേണം. വെരി ഗുഡ്, വെരി ഗുഡ്. ആരൊക്കെയാണ് പാർട്ടിസിപ്പൻസ്? പാർട്ടിസിപ്പൻസ് ഈവൻ മുത്തശ്ശിനും മുത്തശ്ശിക്കും വരെ പങ്കെടുക്കാം. ഓക്കെ, രണ്ടുപേരും ഒരു ഡ്യുവറ്റ് പാർട്ടി ഡാൻസ് ചെയ്യൂ. പിന്നെ ബെസ്റ്റ് പെർഫോമർക്ക് ഒരു പ്രൈസ് ഉണ്ട്. അത് മുത്തശ്ശന്റെ വക തന്നെ ആവട്ടെ. ക്യാഷ് പ്രൈസ്. ക്യാഷ് പ്രൈസ് വേണോ? 1000 rupees വേണം. അത് നീയാണ് നിശ്ചയിക്കുന്നത്. അല്ല, ഞാനൊരു സജഷൻ പറഞ്ഞു. വേണ്ട വേണ്ട, രണ്ടുപേരും കൂടെ വഴക്കൂടണ്ട. 1000 rupees എങ്കിൽ 1000 rupees. അതെ, ബോറം പരിപാടിയാണെങ്കിൽ കൂവാലോ, അതിന് ടാക്സ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ തന്നാൽ കഴിയുന്ന വിധം ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യും. മതി. നമുക്ക് തുടങ്ങാം. ആരാണ് ആദ്യമായിട്ട് പാട്ട് പാടാൻ മുന്നോട്ട് വരുന്നത്? ഞാൻ റെഡി സാർ. കാണിക്കാം. പറ്റില്ല. വേണം മോനായി, വേണം മോനായി, വേണം. ഒരു കർട്ടൻ റൈസർ പോലെ മോനായിയുടെ ചെറിയ ഒരു item. അതെ, എന്റെ ഒരു ചെറിയ റേസർ. പക്ഷെ രവി സാറിനെ സഹായിക്കണേ. ഓക്കെ. ആനയെ കാണിക്കും മോനായി. ആനയെ കാണിച്ചതല്ല മോളെ, ഇനി എലീനെ കാണിക്കാട്ടോ. പൂച്ചകളുടെ ശല്യം സഹിക്ക വയ്യാതെ ഒരു പാവമെലി തന്റെ ഇഷ്ടദേവനായ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് മോനായി കാണിക്കുന്നത്. അതെ, ഈ എലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അവസാനം ദേ പൂച്ച എന്ന് പറയുമ്പോ ഈ എലി പേടിക്കും. അപ്പൊ എലിയുടെ മുഖം നമുക്ക് കാണേ. തുടങ്ങാം. റെഡി സാർ? റെഡി. സർവേശ്വരനായ പരമേശ്വരന്റെ പുത്രനെ ഗണപതി ഭഗവാനെ, അവിടെ നീ സാധുവിനെ രക്ഷിക്കണേ. നാട്ടിൽ മാർജാര തെണ്ടികളുടെ ശല്യം വല്ലാതെ ഇൻക്രീസ് ആയിരിക്കുന്നു. അവിടെ നീ റാസ്കൽസിനെ വാനിഷ് ചെയ്തില്ലെങ്കിൽ അവർക്കെതിരെ എനിക്ക് ക്രൂവലായിട്ടുള്ള റിവെഞ്ച് നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഇനി നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ, വരൂ. അല്ല, മോനായി ഇപ്പൊ ഒരു നമ്പർ അവതരിപ്പിച്ചതല്ലേ ഉള്ളൂ. ഇനി നിങ്ങൾ ആരെങ്കിലും ഒരു പാട്ട് പാട്. അതെ, ആരാന്ന് വെച്ചാൽ വേഗം മുന്നോട്ട് എനിക്ക് മനസ്സിലായി സാറുമാരുടെ ഐഡിയ. മറ്റേ കാസറ്റിൽ പാടിയ പാട്ട്. എന്താ, നിങ്ങൾക്കാർക്കും പാട്ടറിയില്ല? അപർണ പാടുന്നു. കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ഹിന്ദി പറ്റില്ല. ഇംഗ്ലീഷ് വേണോ? ഇംഗ്ലീഷ് ഒട്ടും പറ്റില്ല. മലയാളം? മലയാളം മാത്രമല്ല, നമ്മൾ ആരും ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള പാട്ടും ആവരുത്. അതെങ്ങനെയാ? ആരും കേട്ടിട്ടില്ലാത്ത പാട്ട്? അതായത് ഉദാഹരണത്തിന്, നമ്മൾ ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പാട്ടിന്റെ ആദ്യത്തെ 4 വരി രവി പാട്. അതിന്റെ ബാക്കി പാടുന്നവർക്ക് സ്പെഷ്യൽ പ്രൈസ്. ഓക്കെ? എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ദൂരതീരങ്ങളും മുഖതാരങ്ങളും പക്ഷികൾ, എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു.
ഇതിന്റെ ബാക്കി പാട്. ഈ പാട്ടിന്റെ ബാക്കി അറിയാവുന്നവരാരോ ഈ കൂട്ടത്തിലുണ്ട്. കമാൺ. നല്ല പാട്ട്, ബാക്കിയും കൂടെ പാട് രവി. ബാക്കി ഇവരാരെങ്കിലും പാടട്ടെ മുത്തശ്ശി, അതാണല്ലോ മത്സരം. ഞങ്ങൾ അറിയില്ല. ബാക്കി രവി തന്നെ പാട്. ബാക്കി എനിക്കും അറിയില്ല മുത്തശ്ശ. കള്ളം, പച്ച കള്ളം. ഈ പാട്ട് ഇവരുടെ ഔട്ട് ഹൗസിൽ ടേപ്പ് റെക്കോർഡർ പ്ലേ ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. രവിയുടെ അറിയാൻ ചുമ്മാ നമ്പരാ. മറന്നുപോയി. ആണോ? എന്നാ പോയി പഠിച്ചിട്ട് വാ. പഠിച്ചിട്ട് വരാം. എന്നിട്ട് വന്നിട്ട് ഞാൻ എന്റെ കഴുത്തിൽ കയറ് കെട്ടിയിട്ട് അത് ഞാൻ ഇട്ട് തരാം. ഓക്കേ. എന്നിട്ട് എന്നെ വലിക്കണേ. അപ്പൊ ഞാൻ വരാം. കണ്ടോ? അസൂയ അസൂയ അസൂയ. ഒരു പ്രാവശ്യം കൂടെ. പന്നീനെ കുറിച്ച് ഞാൻ പൂച്ചയ്ക്ക് വെച്ചത് മോനായിക്കൊണ്ട് മോനായിടാ. താങ്ക് യു. താഴെ വീണ കൂവിക്കോട്ടെ. കൂവിക്കോ. പക്ഷേ ഒരു റൗണ്ട് ഈ ഫാമിന് ചുറ്റും കറങ്ങി വന്നാ അപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്യേണ്ടി വരും. നീയൊക്കെ സത്യത്തിൽ അമ്മി ചേച്ചിക്ക് റൈഡിങ് അറിയാവോ? വാട്ട് എ ക്വസ്റ്റ്യൻ. ഈ റൈഡിംഗ് ഒക്കെ ജസ്റ്റ് അറിഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ഇതൊരു ആർട്ടാണ്. നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. അഭിരാമി വേണ്ട, അവൻ വികൃതിയാ. പരിചയമില്ലാത്തവർക്ക് അവനെ റൈഡ് ചെയ്യാൻ പറ്റില്ല. താഴെ ഇറങ്ങ്. പരിചയം എന്ന് വെച്ചാൽ എങ്ങനെയാ? ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചു വളർന്നവരാ. അല്ല, മനസ്സിലായില്ല. അത് താഴെ വീഴുമ്പോ താനെ മനസ്സിലാവും. അതെ, റൈഡ് ചെയ്യാൻ മോഹം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പോണിയുണ്ട്. അയ്യാടാ, ആ ഏണിയിലേ ചേട്ടൻ അങ്ങ് റൈഡ് ചെയ്താ മതി. എന്നാ പിന്നെ അനുഭവിച്ച് തന്നെ പഠിക്കും. ഓ പഠിച്ചോളാം. ഇതെന്താ അനങ്ങാത്തെ? തള്ളണോ? ഈ ആർട്ടിസ്റ്റ് റൈഡിംഗ് പറയുന്നത് ഇങ്ങനെ പൊത്തോന്ന് വീഴുന്നതാ. ചിലപ്പോ വീണുന്നൊക്കെ വരും. അതുകൊണ്ടൊന്നും ആമി തോൽക്കില്ല. കാണിച്ചുതരാം ഞാൻ. പാമ്പല്ല, കുതിര. ആദ്യം ഞാൻ കരുതിയത് പാമ്പാണോ, പിന്നെ അത് ഷേപ്പ് മാറി കുതിരയായി. കൂടെ ഒരു എക്സ്പേർട്ട് റൈഡറും, ബെത്ലഹേം ഡെന്നിസ്. അഭിരാമി കളി വേണ്ട. വീഴ്ചകളിൽ നിന്നും ഞാൻ മാത്രം പഠിച്ചാ പോരല്ലോ, ഇയാളും കൂടി ഒന്ന് പഠിക്കേ. എന്തായി കാണിക്കുന്നേ? കാണിക്കാൻ പോണേ ഉള്ളൂ. അയ്യോ, ആരെങ്കിലും ഓടി വരണേ. അയാള് ബാത്റൂമില്. മുത്തച്ഛാ, അയ്യോ, ആരെങ്കിലും ഓടി വരണേ. മുത്തച്ഛാ, ഓടി വരണേ. ആമി കരയുന്നു. ഔട്ട് ഓഫ് ദി ബാത്റൂമില്. അയ്യോ, ഓടി വരണേ. മുത്തച്ഛാ, മുത്തച്ഛാ, അയ്യോ, എന്നെ കേറി പിടിച്ചാ. അയ്യോ, പിടിച്ചതല്ല, ഞാൻ ആരെങ്കിലും ഓടി വരണേ. ആമിക്ക് എന്ത് പറ്റി? ആമി മുത്തച്ഛാ, ഓടി വരണേ. മുത്തച്ഛി, ഓടി വരണേ. മുത്തച്ഛാ, ഓടി വരണേ. അയ്യോ, എന്താണ് എന്താ ഉണ്ടായത്? എന്താ എന്ത് പറ്റി? ഈ അഭിരാമി ബാത്റൂമില് വെറുതെ എന്നെ ഈ പാമ്പുണ്ടെന്ന് പറഞ്ഞ് പാമ്പോ? ചുമ്മാ. മുത്തച്ഛാ, ഞാൻ മൂത്രമൊഴിക്കാൻ കയറിയപ്പോ ഇയാളെന്റെ പിന്നാലെ കയറി വന്നു മുത്തച്ഛ. എന്നിട്ട് എന്റെ അടുത്ത് I love you എന്ന് പറഞ്ഞു മുത്തശ്ശി. അയ്യോ ഇല്ല, കള്ളം. അഭിരാമി ഇങ്ങനെ കള്ളം പറയരുത്. ഇതിനകത്ത് പാമ്പുണ്ടെന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോഴാ ഞാൻ. കള്ളം. ആരെങ്കിലും കയറി നോക്കൂ അതിനകത്ത് പാമ്പുണ്ടോന്ന്. എനിക്കിനി ജീവിക്കണ്ട, ഞാൻ suicide ചെയ്യും. No, she is lying. മുത്തശ്ശ, she is lying. Get lost, you scoundrel. പുറത്താക്കണം ആ തെമ്മാടിയെ. എന്റെ ക്യാരക്ടർ അനുസരിച്ച് തല്ലി ഓടിക്കുമായിരുന്ന ആ റാസ്കലിനെ. നിന്റെ ഫ്രണ്ടാണല്ലോ, അതുകൊണ്ടാ നിന്നോട് പറയുന്നത്. ഇനി അവനെ ഇവിടെ പൊറപ്പിക്കാനാവില്ല. മുത്തശ്ശ, അവൻ എന്റെ പാർട്ട്ണറാ. പെട്ടെന്ന് പുറത്താക്കാന്നൊക്കെ പറഞ്ഞ ഇങ്ങനത്തെ സ്വഭാവമുള്ളവരായിട്ട്
എന്തിനാ മോനെ പാർട്ട്ണർഷിപ്പ്? അത് വിടണം. അവന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് പറയേ, ഞാൻ തരാൻ പണം കൊടുത്ത് പറഞ്ഞേക്കേ. അല്ല മുത്തച്ഛ, ഇപ്പൊ അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. ബാത്റൂമിൽ അവനൊന്നും അറിയാതെ കയറി പോയതല്ലേ. ലുക്ക് രവി, അന്ന് കുട്ടികൾ താമസിക്കുന്ന മുറിയിൽ രാത്രി പൂച്ചക്കുട്ടിയുമായി അവൻ കയറിയപ്പോഴേ എനിക്ക് അവന്റെ ക്യാരക്ടർ കിട്ടി. ഇന്നിപ്പോ ഇതാ ബാത്റൂമിൽ. നാളെ അവൻ എവിടെയൊക്കെ കയറും, എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കേ. പ്രായമായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയല്ല, 5 പേരാ. ഇൻഡോ പാക് വാർ ടൈമിൽ ബോംബ് സ്ക്വാഡിനെ ലീഡ് ചെയ്ത് ഞാൻ പാകിസ്ഥാൻ ബോർഡർ ക്രോസ് ചെയ്ത് കയറിയിട്ടുണ്ട്. അന്നില്ലാത്ത ടെൻഷനാ ഇന്ന് ഈ വളർന്ന പെൺകുട്ടികളുമായി ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. മുത്തച്ഛ, എനിക്ക് അവനോട് ഇറങ്ങി പോകാൻ പറയാൻ പറ്റില്ല. അതിലും ഭേദം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതാ. ഞാൻ പറയും, അവന്റെ ഷെയർ മണി മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് ഗോ ടു ഹെൽ എന്ന് ഞാൻ പറയും. എനിക്ക് അവനോട് പണം കൊടുത്താൽ തീരാത്തത്ര കടപ്പാടുണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് അവൻ. ജീവൻ രക്ഷിച്ചിട്ടോ? അതെ മുത്തശ്ശ, 2.5 വർഷം മുമ്പുള്ള ഏപ്രിൽ മാസ രാത്രിയിൽ മേട്ടുകുളം ബൈസൺ വാലി റോഡിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു ലോറി എന്റെ ജീപ്പിലിടിച്ച് തെറിച്ച് നടു റോട്ടിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന് അമ്മേ മുത്തശ്ശ മുത്തശ്ശി എന്ന് ഞാൻ വാവിട്ട് കരഞ്ഞപ്പോ അതുവഴി പലരും കടന്നുപോയെങ്കിലും ആരും നിർത്തിയില്ല. ഒടുവിൽ ഈ ഡെന്നീസ് ആണ് എന്നെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നിട്ട് എനിക്ക് 6 കുപ്പി ബ്ലഡ് അവൻ തന്നു. ആ ചോര കൊണ്ടാണ് മുത്തശ്ശ മുത്തച്ഛന്റെ ദേവിയെ ജീവിച്ചിരിക്കുന്നത്. ഇതൊന്നും ഞങ്ങൾ അറിയിച്ചില്ലല്ലോ മോനെ. സമയമാവുമ്പോ അറിയിക്കാന്ന് കരുതിയിട്ടാ. അതൊക്കെ ശരിയാവും, എന്നാലും അവന്റെ മോറൽ സൈഡ് അത്ര കറക്റ്റ് അല്ല. മേലിൽ അവന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വരാതെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ ഇത് അങ്ങനെ വിട്ടുകളയാവുന്ന ഇൻസിഡന്റ് ആണോ? ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. അമ്മി ചേച്ചി മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റിൽ കയറിയപ്പോ ആങ്കിൾ ഒളിഞ്ഞു നോക്കി. അച്ഛി ഓടിയോന്ന്. ആമിയുടെ ധ്യാനിക്കണോ? ആമിയുടെ വന്നേ. നീ എന്തിനാ ഔട്ട് ഹൗസിന്റെ ടോയ്ലറ്റിൽ പോയത്? ടോയ്ലറ്റിൽ പോണെന്ന് തോന്നുമ്പോ ടോയ്ലറ്റിൽ തന്നെയല്ലേ പോണ്ടേ, അല്ലാണ്ട് കിച്ചണിൽ പോയിട്ട് കാര്യമുണ്ടോ? എടീ, ഇത്രയും വലിയ വീട്ടിൽ എത്ര ടോയ്ലറ്റ്സ് ഉണ്ട്, എന്നിട്ട് നീ എന്തിനാ ഔട്ട് ഹൗസിന്റെ ടോയ്ലറ്റിൽ തന്നെ പോയെന്നാ ഞാൻ ചോദിച്ചത്. അത് അതിന്റെ മുമ്പിൽ എത്തിയപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. നീ അതിനകത്ത് കയറിയിട്ട് പാമ്പ് പാമ്പ് എന്ന് ഉറക്കം വിളിച്ചോ? അയ്യേ, എന്താ രവിയേട്ടത്? ആരെങ്കിലും ടോയ്ലറ്റിൽ കയറി പാമ്പ് പാമ്പെന്ന് വിളിക്കുവോ? ചിലര് മൂളിപ്പാട്ട് പാടുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ അതും കൂടി ചെയ്യില്ല. നീ ആ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണന്റെ ദേഷ്യം തീർക്കാൻ ഡെന്നീസിനിട്ട് വേല വെച്ചതല്ലേ? എന്റെ ഗുരുവായൂരപ്പ, കുതിര പുറത്തുനിന്ന് വീണ കുതിരയോടല്ലേ ദേഷ്യം തോന്നണ്ടേ? രവിയേട്ടൻ പറയുന്ന കേട്ടതൊന്നും ഞാൻ ഡെന്നിസിന്റെ പുറത്തുനിന്ന് വീണേന്ന്. ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ആദ്യം എല്ലാരും ചെയ്യുക ഡോർ ലോക്ക് ചെയ്യാന്നുള്ളതാ. നീ ഡോർ തുറന്നിട്ടാണോ സാധാരണ കാര്യം സാധിക്കുന്നത്? ഏയ്, ഞാൻ അടയ്ക്കും. പിന്നെ അടച്ച ബാത്റൂമിനകത്ത് ഡെന്നീസ് എങ്ങനെ കയറി? അത് അതിന്റെ ലോക്ക് അടയുന്നില്ല. കള്ളം, പച്ച കള്ളം. അതിന്റെ ഡോറിന്റെ ലോക്കിന് യാതൊരു കുഴപ്പമില്ല. മുത്തച്ഛ, നമുക്ക് ഇപ്പൊ തന്നെ പോയി നോക്കാം. അല്ല, അവള് ചിലപ്പം കുറ്റിയിടാൻ മറന്നുപോയതായിരിക്കും. ആ തുറന്ന് കിടക്കുന്ന ഒരു ബാത്റൂമിനകത്ത് അറിയാതെ കയറി പോയത് അത്ര വലിയ തെറ്റാണോ? ദായോടെ നിന്നേ. സത്യത്തിൽ അവിടെ എന്താ സംഭവിച്ചത്? അത് രവിയേട്ടാ ഒന്നുമില്ല. വളർന്ന് പോത്ത് പോലെ ആയിരുന്നു ഞാൻ നോക്കില്ല. പെടയാൻ പറ്റിയരും. സത്യം പറയേ. സത്യം ആമി. ഞാൻ എല്ലാവരെയും പറ്റിച്ചു. ഞാൻ വെറുതെ കള്ളം പറഞ്ഞതാണ് ഡെന്നിസിനെ ചമ്മിക്കാൻ. ഞാൻ പാമ്പ് പാമ്പെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഡെന്നിസ് ഓടി വന്നത്. മുത്തശ്ശ കേട്ടല്ലോ, ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. ഇവളത് വലിയ ഇഷ്യൂ ആക്കിയപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. വേണ്ട, അടിക്കൊന്നും വേണ്ട. ആമി കമിയേ. മുത്തച്ഛന്റെ കുട്ടി തമാശ കാണിച്ചായിരുന്നു. പിന്നെ ആ കോടതി പോയി പുറത്തിരുന്നേക്ക്. ഞാൻ പറയുന്നവർ ഇറങ്ങിപ്പോരുത്. അവിടെ നിന്ന് സംസാരിക്കാൻ പാടുമോ? ഇവൾക്ക് ഇതൊന്നും കൊടുത്താ പോലെ ശിക്ഷ. തല കീഴ് ഇവിടെ കെട്ടിത്തൂക്കിയിരുന്നു. മുത്തച്ഛ, പുറത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് നീങ്ങാം. കാറ്റിൽ ഷെഡാണ്. വളരെ വിശേഷപ്പെട്ട ഇനം പശുക്കളുടെ ഒരു സംഭവം തന്നെയാണ് അതിനകത്ത്. കണ്ടുകളയാം. ഓ രവി, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒന്ന് മാത്രം സുഖിച്ചില്ല. ഈ ഫാമിന്റെ പേര്. ഈ ബേത്ലഹേമും നമ്മളുമായിട്ട് എന്താ ബന്ധം? മാത്രമല്ല പേര് കേട്ടാൽ മേജർ ഷെയർ ഡെന്നീസിന്റേതാണെന്ന് തോന്നുകയും ചെയ്യും. അതെ മുത്തശ്ശ, ഈ പേര് മാറ്റാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിത് ഒരു സായിപ്പിന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. സായിപ്പിന് ഈ പേരിനോട് ഭയങ്കര സെന്റിമെന്റ്സാ. അതൊക്കെ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. ആദ്യം നമുക്ക് പശുക്കളെ കാണാം. ഓക്കെ, വെൽക്കം. താങ്ക് യു. ശരിയായ കാമധേനു. ഇതല്ല ഏത് ബ്രീഡാ? എല്ലാം നല്ല മോസ്റ്റ് മോഡേൺ ബ്രീഡ്സാ. ഓൾ ഇമ്പോർട്ടഡ് ഫ്രം ഡെൻമാർക്ക്. എന്താ ഇതിന്റെയൊക്കെ പേര്? പേര് സ്റ്റെഫി ഗ്രാഫ്, മെർലിനോട്ടി, ശില്പ ഷെട്ടി. ഇവളുടെ ബ്രദർ അങ്ങ് ബുൾഷെട്ടിലുണ്ട്, സുനിൽ ഷെട്ടി. മാർട്ടിന നവരത്തിലോവ. ഓ, ആ പറഞ്ഞു ഒന്നിട്ട് വരാ. അതെ, അവള് സ്പെയിൻകാരിയാ. എല്ലാത്തിനെയും മെഷീൻ വെച്ച് വേണം കറക്കാൻ. ആ ലോറൻസ് അവന്റെ മുതലാളി വരുന്നുണ്ട്. രവി സാറ് കുറെ കാശ് ഡെന്നീസ് കാശ് കൊടുക്കാനുള്ള. ഡെന്നി സാറ് കുറെ കാശ് കൊടുക്കാനുള്ള പാർട്ടിയാ. സാറേ, മുതലാളി. ശരി സാറേ, ഞാനാ മുതലാളി.
അവിടെ നിന്നേ പാടോ. സാറേ ചാടരുത്, അത് ചാടരുത്.